യോഗ ആരംഭിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ ജോഷ് മാർ നിക്കോദിമോസ് തിരുമേനി, അഭിനന്ദന പിതാക്കന്മാരായ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി, ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രൊഫസർ പി ജെ കുര്യൻ, കേന്ദ്രമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, എല്ലാ വിശിഷ്ടതികളുമേ ദൈവനാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. 1957 സ്ഥാപിതമായ കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കുദാശ കർമ്മമാണ് ഇന്നലെ ഇന്നുമായിട്ടിവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദേവാലയം സ്ഥാപിതമായത് കൊല്ലം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായിരുന്ന അഭിനന്ദനായ മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി, അല്ലെങ്കിൽ മലങ്കര സഭയുടെ 6ാം കാത്തോലിക്കായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിരുമനസ്സുകൊണ്ടാണ്. അതിനുശേഷം വിവിധ കാലഘട്ടത്തിന്റെ ക്രമീകരണം അനുസരിച്ച് ഇപ്പോൾ മാവേലിക്കര ഭദ്രാസനത്തിലാണ് ഈ പള്ളി ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ നവീകരണം അനുവദിച്ച് കൽപ്പിച്ച് അതിന്റെ പണികൾ തുടങ്ങുന്നതിന് പ്രാർത്ഥിച്ച് അടിസ്ഥാനശില ഇട്ട് തന്നത് അഭിനന്ദനായ പൗലോസ് മാർ പക്കോമിസ് തിരുമനസ്സുകൊണ്ടാണ്. ഈ 2 പിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇടവക പ്രണാമം അർപ്പിക്കട്ടെ. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഭിനന്ദനായ ഡോക്ടർ ജോഷ് മാർ നിക്കോദിമോസ് തിരുമനസ്സുകൊണ്ടാണ്. മാവേലിക്ക ഭദ്രാസനത്തിന് ചുമതല കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹം വളരെ അനുഗ്രഹകരമായി നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന്റെ തൊട്ട് അടുത്ത ദിവസം തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്ന് ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ കാര്യങ്ങളിൽ, അതിന്റെ പണികാര്യങ്ങളിൽ കാണുകയും അതിനെ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകുകയും തുടർന്ന് ഇന്ന് വരെയും ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ പ്രാർത്ഥനയും തിരുമേനിയുടെ നേതൃത്വവും ഇതിനുണ്ട്. പ്രത്യേകമായിട്ട് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ സാറിനെയാണ്. കുര്യൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മാവേലിക്കരയുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിലും കേന്ദ്രമന്ത്രിയായിട്ടിരുന്നുള്ള വ്യക്തിയാണ്. സമയത്തിന് ചുരുക്കം കൊണ്ട് സാറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ സാറിനെ കൂടുതൽ സമയം പരിചയപ്പെടുത്താൻ സമയമെടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ സാറിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ യോഗത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകളാണ്. മാവേലിക്കരയുടെ പാർലമെന്റ് അംഗം, കേരളത്തിലെ മറ്റ് പാർലമെന്റിന്റെയൊക്കെ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ പിതാക്കന്മാരായ മാത്യൂസ് മാർ തേവോദോസ് തിരുമേനിയെയും ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മറ്റെല്ലാ വിശിഷ്ടാതിഥികളെയും, പ്രത്യേകിച്ച് MLA-മാരും എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകാൽ കുര്യൻ സാറിന് വളരെ ധൃതിയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് അവർ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്തുകൊള്ളാം. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഭദ്രാസന സെക്രട്ടറി, മറ്റ് ജനപ്രതിനിധികള് ഏവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അഭിനന്ദ പിതാവിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കൂദാശ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിനന്ദനായ ഇടുക്കി ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി, സഹകാർമ്മികനായിരുന്ന UK യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പ്രൊഫസർ പി ജെ കുര്യൻ, അഭിനന്ദനായ പൗലോസ് മാർ പക്കോമിസ് നാമത്തിലുള്ള സഹായനിധി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് ജോണച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ, സാമുദായിക,
സാമൂഹിക നേതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, അനുഗ്രഹകരമായ ഈ ദേവാലയ കൂദാശയിൽ സംബന്ധിച്ച എല്ലാവരുമേ, നമ്മുടെ നോട്ടീസ് ക്രമീകരണം അനുസരിച്ച് 10:30 മണിക്ക് വിശുദ്ധ ദേവാലയ കൂദാശ പൂർത്തീകരിച്ച് നിങ്ങൾക്കൊക്കെ സ്നേഹവിരുന്ന് ലഭിക്കേണ്ടിയിരുന്നു. എന്നാൽ 10:30 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 11:30 മണിയും കഴിഞ്ഞു, ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലിപ്പോൾ സ്നേഹമാണോ ഉള്ളത്, അതോ മറ്റ് വല്ല ഭാവവുമാണ് ഉള്ളത് എന്ന് ഞാൻ സംശയിക്കുന്നത് കൊണ്ട് ഈ സമ്മേളനം അല്പം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇപ്പോൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ആരാധ്യരായ അഭിനന്ദരായ പിതാക്കന്മാർ കാർമ്മികത്വത്തിൽ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ ദേവാലയത്തിൻ്റെ കൂദാശ കടലിടൽ കർമ്മത്തോടുകൂടി ഇന്നലെ ആരംഭിച്ചു. ഇന്നത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അഭിനന്ദരായ പിതാക്കന്മാരുടെ പ്രത്യേക സന്തോഷവും നന്ദിയും ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്ത എന്ന നിലയിലൂടെ ഞാൻ തരണത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. അഭിനന്ദനായ പൗലോസ് മാർ പക്കോമ്യോസ് തിരുമേനി പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭദ്രാസനത്തിന്, ഈ ദേവാലയത്തിന് ആത്മീയമായ നേതൃത്വം നൽകിയ, നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും പേര് ചൊല്ലി വിളിക്കുകയും നിങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്ത അഭിനന്ദനായ പൗലോസ് മാർ പക്കോമ്യോസ് തിരുമേനിയുടെ ആത്മീയമായ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്ന ഒരു വസ്തുതയാണ്. തിരുമേനിയുടെ ആത്മാവിന് മുമ്പിൽ നമ്മുടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ഇടവകയുടെ എല്ലാ ആദരാഞ്ജലികളും ഒരിക്കൽ കൂടി അർപ്പിക്കുകയും അഭിനന്ദനായ പൗലോസ് മാർ പക്കോമ്യോസ് തിരുമേനിയുടെ പ്രാർത്ഥന തുടർന്നും ഈ ഭദ്രാസനത്തിനും ഈ ഇടവകയ്ക്കുമെല്ലാം അനുഗ്രഹ മുഖാന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ പ്രൊഫസർ പി ജെ കുര്യൻ സാറ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ എം പി കൂടിയായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കേന്ദ്ര സഹമന്ത്രി, അഭ്യന്തനായ പക്കോമ്യോസ് തിരുമേനിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെട്ടിരുന്ന 2 നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ മാവേലിക്കര പ്രദേശവുമായിട്ടും ഭദ്രാസനവുമായിട്ടും ഒക്കെ ഏറ്റവും അടുത്ത് സഹവർത്തിച്ചിരുന്ന അവർ ഇപ്പോഴും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേക സന്തോഷം കൂടി അറിയിക്കട്ടെ. ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിശുദ്ധ കൂദാശ കർമ്മവും അതിൽ സംബന്ധിക്കാൻ സാധിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കലോ 2 പ്രാവശ്യം മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദേവാലയം ഇനിയൊരു 50-100 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വീണ്ടും ഇത് പൊളിച്ചു പണിയേണ്ട ആവശ്യമുണ്ടാകുകയുള്ളൂ. അന്ന് മാത്രമേ ഇനിയൊരു കൂദാശകർമ്മം ഇവിടെ നടക്കുകയുള്ളൂ. ആ നിലയിൽ ഈ ദിവസം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ ഒരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളാകുന്നതിന്, പ്രാർത്ഥനാപൂർവ്വം സംബന്ധികളാകുന്നതിന്, ഇതിൽ അധ്വാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഹകരിക്കുന്നതിനുമൊക്കെ ഇടയായതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം തന്ന അനവധിയായ അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മനോഹരമായ ആലയം നിർമ്മിക്കുന്നതിന് ദൈവം ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ഇടവയ്ക്കും ഈ ഇടവയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ അവസരം കൊടുത്തു. ആ ദൈവത്തിൻ്റെ വലിയ ധന്യമായ നാമത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമ്മേളനം എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത് ഇത് പ്രസംഗിക്കുന്ന ആളുകൾക്കും പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ആവശ്യമായതുകൊണ്ട് സ്നേഹവിരുന്ന് ഇനി ഉച്ചവിരുന്നായിട്ടെങ്കിലും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ യാത്ര അയക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനിയുള്ള പ്രസംഗങ്ങളും എത്രയും വേഗത്തിൽ അവസാനിപ്പിച്ച് നമ്മുടെ സമ്മേളനം ഭംഗിയായി പര്യവസാനിക്കുന്നതിനിടയാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമനസിന്റെ നല്ല വചസ്സുകൾക്ക് സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ അവറുകളാണ്. കുര്യൻ സാർ എന്ന് നാം സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹം
കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ വളരെ വിപുലമായ ശിഷ്യസമ്പത്തിനുടമയാണ്. നാം ഉൾപ്പെടുന്ന മാവേലിക്കര, ഇടുക്കി മണ്ഡലങ്ങളിലെ പ്രതിനിധീകരിച്ച് നിരവധി വർഷത്തെ പാർലമെന്റ് അംഗമായിരുന്നു. കേന്ദ്രമന്ത്രി, IIT ചെയർമാൻ തുടങ്ങിയ സമുന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചതിനു ശേഷം ഇപ്പോൾ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ്. അദ്ദേഹത്തെ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ കൂദാശയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്യ നിക്കോദമിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യ തെവോദിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇടവക വികാരി റവൻ ഫാദർ KM വർഗീസ് കളിക്കൽ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട അതിഥികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്ദനം. ഞാൻ വളരെ ചുരുങ്ങിയ 2 വാക്കുകളെ പറയുള്ളൂ. ദയവായി ക്ഷമിക്കണം. നിങ്ങൾക്ക് സ്നേഹവിരുന്ന് കാത്തിരിക്കുന്നു. അത് നിങ്ങളെ താമസിപ്പിക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് മരണമടഞ്ഞു. ഫ്യൂണറല് 1 മണിക്ക് മുമ്പാണ്. അത് കോട്ടാങ്ങാലാണ്. അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ 11 മണിക്ക് തന്നെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ ഫ്യൂണറൽ പങ്കെടുക്കേണ്ടത് കൊണ്ട്, ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ക്രമേഷനാണ്, അവിടെ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്നത് ക്ഷമിക്കണം എന്നെല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടമ്പേരൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഹൃദ്യമായ നാമമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലത്തെല്ലാം മാവേലിക്കര മണ്ഡലത്തിൽ ഞാൻ 5 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ആ 5 പ്രാവശ്യവും എന്നെ വിജയിപ്പിക്കുവാൻ കുട്ടമ്പേരൂർക്കാർ ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അന്നൊന്നും ഒന്ന് നന്ദി പറഞ്ഞു എന്ന് എനിക്കറിയാൻ പോയി. ഇപ്പോൾ ഞാൻ നന്ദി പറയുകയാണ്. കാര്യം ഈ ഇടവകയും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെയും അങ്ങനെ എന്നോട് വളരെ സ്നേഹം കാട്ടിയിട്ടുള്ളവരാണ് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ഇപ്പോൾ ആ സ്നേഹം നിങ്ങൾ കൊടുക്കുന്നു, സുരേഷിന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. തുടർന്നും കൊടുക്കുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. തുടർന്നും കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം കേന്ദ്രത്തിലെ മന്ത്രിയാണ്. ദീർഘകാലം ഇനി മന്ത്രിയായിരിക്കുവാനും നിങ്ങളെ പ്രസന്റ് ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണ്. ഈ മനോഹരമായ ദേവാലയം, ഞാൻ ഇതിനകത്ത് കയറിയപ്പോഴാണ് ഈ ദേവാലയം ഇത്ര മനോഹരമാണ് എന്ന് കണ്ടത്. ഈ മനോഹരമായ ദേവാലയം പണിതത് ഞാൻ നോക്കിയപ്പോൾ 150 വീട്ടുകാരേ ഉള്ളൂ ഇവിടെ. ഈ 150 വീട്ടുകാർ കൂടി ഇത്രയും മനോഹരമായൊരു ദേവാലയം പണിതത് ഒരു അത്ഭുതം തന്നെയാണ്. ഒരു കൊച്ചത്ഭുതം ഇവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടവക ആരംഭിച്ചതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അഭിവന്ദനായ നമ്മുടെ കൂർലോസ് ബാവ തിരുമേനി ആണ് ഇതിന് തീരുമാനം എടുത്തത്. ഈ അന്ന് ഏതാണ്ട് 40-ൽ താഴെ വീട്ടുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 150 വീട്ടുകാരായി വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ സിൽവർ ജൂബിലിയും നടത്തി, ഗോൾഡൻ ജൂബിലിയും നടത്തി കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാന്റെ വളരെ അധികം അനുഗ്രഹങ്ങൾ നേടുവാൻ ഈ ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. പുതിയൊരു ദേവാലയം പണിയുന്നത് ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. പുതിയൊരു ഗൃഹപ്രവേശം. ആ ഗൃഹപ്രവേശത്തിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എന്നാൽ എന്തിനാണ് പുതിയ ദേവാലയം? പുതിയ ദേവാലയം ഇങ്ങനെ കാണുവാനല്ല, ആഘോഷിക്കുവാനല്ല, നമുക്ക് വന്ന് ഇരിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ് എന്ന് പറയും. എന്നാൽ പുതിയ ദേവാലയത്തോടൊപ്പം പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ശ്രമിക്കണം. ദേവാലയം എന്ന് പറയുന്നത് കേവലം വന്ന് പ്രാർത്ഥിച്ചു പോകുക എന്ന് മാത്രമല്ല, ദേവാലയത്തിൽ വരുന്നത് വഴി നമ്മളുടെ ജീവിതത്തിൽ അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള ആത്മാർത്ഥമായ പ്രേരണ തരുന്നതാണ് ദേവാലയം. ഇപ്പം ദേവാലയത്തിൽ വരുമ്പോൾ ആ ഒരു പ്രേരണ നമുക്ക് ലഭിക്കണം. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ഒക്കെ ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ നല്ലതാണ് എന്ന അനുഭവത്തിൽ പറയുവാൻ കഴിയുന്ന തരത്തിൽ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദേവാലയം സഹായിക്കണം. അതുപോലെ ദേവാലയം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയൂടാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയൂടാണ്. സമൂഹത്തിൽ ഈ ദേവാലയം ഇവിടെ ഉള്ളതിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്കൊക്കെ ലഭ്യമാകണം. പ്രാർത്ഥനയുടെ പ്രയോജനം,
ഇവിടെ ചെയ്യുന്ന നല്ല സൽപ്രവർത്തികളുടെ പ്രയോജനം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ ഒരു കത്തിച്ച് വെച്ച പ്രകാശമാണ് ദേവാലയം എന്ന് പറയുന്നത്. ലൈറ്റഡ് ടു ലൈറ്റഡ്, പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രകാശിതമായ ഒരു കേന്ദ്രമാണ് ദേവാലയം. ഈ പ്രകാശം ഇതിന് ചുറ്റുമെല്ലാം പരത്തണം. അപ്പോൾ കുട്ടമ്പേരൂർ ദേവാലയം എന്ന് പറയുമ്പോൾ ദേവാലയത്തിന് അകത്തുള്ളവർക്ക് മാത്രമല്ല, ഈ ഇടവകയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ഇടവകയ്ക്ക് ചുറ്റും ഉള്ള എല്ലാ ജനങ്ങളിലേക്കും ഈ ഇടവകയിലെ നന്മ പ്രകാശം പരത്തുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അപ്പൊ പുതിയ ദേവാലയം നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ച അനുഗ്രഹം സമൂഹത്തോടെ പങ്കിടുവാൻ നമുക്ക് കഴിയണം. സമൂഹത്തിൽ നമ്മളുടെ സഹായങ്ങൾ ആവശ്യമുള്ളവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. രോഗികളുണ്ട്, ചികിത്സയ്ക്ക് കഴിയാത്തവരെ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ കഴിയാത്ത പെൺകുട്ടികളുണ്ട്, മറ്റു തരത്തിൽ വിദ്യാഭ്യാസത്തിന് കഴിയാത്തവരുണ്ട്, താമസിക്കാൻ ഭവനമില്ലാത്തവരുണ്ട്. ഇവർക്കൊക്കെ സഹായം ലഭിക്കേണ്ടത് ഉണ്ട്. അവിടെ ഒക്കെ നമുക്കൊരു കടമയുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, അവര് ജനമിങ്ങനെ പ്രസംഗം കേട്ട് വലഞ്ഞപ്പോൾ പറഞ്ഞു, അവർ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ ഭൗതികമായ ആവശ്യങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലുള്ളവർ നടത്തി കൊടുക്കുവാൻ സഭയ്ക്ക് നമുക്ക് കടമയുണ്ട്. ആധ്യാത്മികമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികവും രണ്ടും കൂടെ ചേർന്നെങ്കിൽ മാത്രമാണ് വാസ്തവത്തില് യഥാർത്ഥമായ സഭയുടെ പ്രവർത്തനമാകുള്ളൂ. ഈ ഇടവക അങ്ങനെ ഒരു ജ്വലിക്കുന്ന ദീപമാകട്ടെ, സമൂഹത്തിൽ പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമാകട്ടെ, സമൂഹത്തിൽ നന്മ പരത്തുന്ന ഒരു കേന്ദ്രമാകട്ടെ. അതോടൊപ്പം നമുക്ക് വരുവാനും ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരം, അതിനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പള്ളി ഉണ്ടെന്ന് പറഞ്ഞുണ്ടായില്ല, പള്ളിയിൽ വന്ന് പള്ളിയെ ഉപയോഗിക്കുവാൻ നാം ശ്രമിക്കണം. അപ്പോഴാണ് പള്ളി അർത്ഥവത്താകുന്നത്. അങ്ങനെ ഈ ദേവാലയം അർത്ഥവത്തായ ഫലപ്രദമായ ദേവാലയമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കുന്നില്ല. എന്നെ ക്ഷണിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കി പോകുകയാണ്. തിരുമേനിമാർ അതിന് അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. കാണുന്നു വിളിവിയടിയാരകില ദാരമദാം വെളിവും നീ. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി പൗലോസ് മാർ പക്കോമിയോസ് സ്മാരക സഹായ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ ദേവാലയത്തിലെ യുവജനങ്ങൾ പക്കോമിയോസ് സ്മാരക സഹായ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രസ്തുത പദ്ധതിയിലെ പ്രധാന വിഷയം ആശുപത്രിയിൽ കഴിയുന്ന നിർധനരായവർക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താനായി ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് അവറുകളാണ്. മാവേലിക്കര ലോക്സഭാ അംഗമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് AICC സെക്രട്ടറി ആയിരിക്കെയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയാകുന്നത്. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നു. അദ്ദേഹത്തിനെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിവന്ദിയ ഡോക്ടർ ജോഷുവ മാർ നിക്കോദമസ് മെത്രാപ്പോലീത്ത തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്ദിയ മാത്യൂസ് മോർ തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്ദിയ ഡോക്ടർ മാത്യൂസ് മാർ തിമത്യോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോയ ഏറ്റവും ബഹുമാനായ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ദീർഘകാലം ഈ നാടിൻ്റെ ജനപ്രതിനിധിയായിരുന്ന പ്രൊഫസർ PJ കുര്യൻ സാർ, ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സല ബാലകൃഷ്ണൻ അവർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ചാക്കു, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ശ്രീ സുനിൽ ശ്രദ്ധേയം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സതീഷ് ചന്ദ്രനിവാസ്, ശ്രീ അജിത് പഴവൂർ, പ്രിയപ്പെട്ട ശ്രീ എ ജെ ജേക്കബ്, ശ്രീ ജി ഫിലിപ്പോസ്, ശ്രീ റോയ് ഷാമുവൽ, സ്വാഗതമായ ആശംസിച്ച ബഹുമാനപ്പെട്ട ഇടവികാരി റവറന്റ് ഫാദർ കെ എം വർഗീസ് കളിക്കൽ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ബഹുമാനായ ശ്രീ ഷിബു പി കുര്യൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ജേക്കബ് ജോൺ കല്ലടയച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, നല്ലവരായ ഇടവക ജനങ്ങളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പുതുതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ കുദാശ കർമ്മം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനത്തിൽ അഭിമന്യനായ കാലം ചെയ്ത മാവേലിക്കര ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായ മാർ പക്കോമിയോസ് തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ സ്മാരക സഹായനിധി പദ്ധതി ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കുട്ടമ്പേരൂർ സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ചരിത്രം ഇന്ന് ഞാൻ പത്രത്തിലൂടെ അതിന്റെ സപ്ലിമെന്റിൽ വായിക്കുകയുണ്ടായി. തീർച്ചയായും പല പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് ഈ കുട്ടമ്പേരൂർ സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം. ആ പ്രധാന പ്രത്യേകതകൾ ഒന്ന്, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനി പലപ്പോഴും ഈ ദേശത്ത് വരുമ്പോൾ ഇവിടെ വിശ്രമിക്കുകയും ഇവിടെ ജനങ്ങളുമായി ഇടപഴകുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന, നമുക്കെല്ലാവർക്കും ശക്തിയും അതോടൊപ്പം തന്നെ ധൈര്യവും നൽകുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഗ്രഹത്താൽ, ആശീർവാദത്താൽ പുണ്യം ചെയ്ത നാടാണ് കുട്ടമ്പേരൂർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇടവകയ്ക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ സെന്റ് ഗ്രിഗോറിയസ് എന്ന നാമധേയം തന്നെ മധ്യസ്ഥ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. മറ്റൊന്ന്, ഈ ഇടവക അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദ്യോദയൻ കാതോലിക്ക ബാവയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൂര്യ തേജസ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, മലങ്കര മക്കൾ വിശ്വസിക്കുന്ന കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദ്യോദയൻ കാതോലിക്ക ബാവയാണ് ഈ പള്ളിയുടെ ആരംഭം കുറിച്ചത് എന്ന് ഇവിടെ റിപ്പോർട്ടിൽ പറയുകയുണ്ട്. തീർച്ചയായും ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്ന ബാവയാണ് പരിശുദ്ധ കാതോലിക്ക ബാവ കാലം ചെയ്ത കൂർലോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ MP ആയി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തിരുമേനിയുമായി ഒരുപാട് അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മാവേലിക്കര MP ആയി വന്നു. അടുത്ത പ്രത്യേകത, മാവേലിക്കര MP ആയി വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞ മറ്റൊരു മെത്രാപ്പൊലീത്തയായിരുന്നു അഭിമന്യ പക്കോമിയോസ് തിരുമേനി. ഈ ഇടവകയുടെ വളർച്ചയ്ക്ക്, ഈ ഇടവക ഈ രൂപത്തിൽ ഈ മനോഹരമായ ദേവാലയമാക്കി മാറ്റുന്നതിന് നിങ്ങളെ പ്രേരിപ്പിച്ച, അതിന് എല്ലാ ഒത്താശയും ചെയ്യുന്ന കാലം ചെയ്ത മാവേലിക്കര ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായ അഭിമന്യ പക്കോമിയോസ് തിരുമേനി, ഈ പിതാക്കന്മാരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇന്ന് നേതൃത്വം നൽകുന്ന പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ
മലങ്കര സഭയുടെ ശക്തി സ്രോതസ്സായി സഭയെ മുന്നോട്ട് നയിക്കുക. ഇന്നലെ അഭിവന്യ ബാവ തിരുമേനി ഈ കുദാശകർമ്മത്തിൽ പങ്കെടുക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തതിനു ശേഷം മടങ്ങിപ്പോവുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ സന്ദർശനവും സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നേതൃത്വം എന്ന കൂദാശകർമ്മങ്ങളും നമുക്ക് വളരെ അനുഗ്രഹമാണ്. ഈ ഇടവകയുടെ ഈ ദിവസത്തിൽ അതിന് പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ പിതാക്കന്മാർ, അഭിവന്യ മെത്രാപ്പൊലീത്തമാരെല്ലാം തന്നെ രാവിലെ മുതൽ നടത്തിയ കുർബാനയും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം വലിയ തിരക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അധ്യക്ഷൻ നിക്കോമോദിയോസിന് വേണ്ടി പറഞ്ഞതുപോലെ സ്നേഹവിരുന്ന് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഞാനും സ്നേഹവിരുന്ന് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതി ഒന്നും കഴിക്കാതെയാണ് വന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യം ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അഭിനന്ദ പിതാക്കന്മാർ നിങ്ങളോട് സംസാരിക്കും. ഈ നാടിന്, ഈ പ്രദേശത്തിന് ആകമാനം ചൈതന്യം പരത്തുന്ന ഈ ദേവാലയം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മാധ്യസ്ഥതയിലുള്ള ഈ ദേവാലയം ഈ നാടിന് കൂടുതൽ കൂടുതൽ ഐശ്വര്യം പകരട്ടെ. ഈ പ്രദേശത്താകുമാനം ശാന്തിയും സമാധാനവും നൽകട്ടെ. ഈ പ്രദേശത്തെ മലങ്കര ഓർത്തഡോക്സ് മക്കൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്താകുമാനമുള്ള ജനങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കാൻ, ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ, ഇവിടുത്തെ കുർബാനയും മറ്റു വിശേഷങ്ങളും ഇവിടുത്തെ പെരുന്നാളും ഒക്കെ തന്നെ സഹായകരമായി തീരട്ടെ എന്നുള്ളതാണ്. ദേവാലയങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ ആലയം. അത് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്, ദൈവത്തെ അറിയാനുള്ളതാണ്. ഒരു ദേവാലയവും തുടങ്ങി വെച്ച ദേവാലയം പുരോഗതി പ്രാപിച്ചിട്ടേ ഉള്ളൂ. ഏതെങ്കിലും ദേവാലയങ്ങൾ തുടങ്ങിയതിനു ശേഷം അത് നശിച്ചതായി നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തെ അറിയുവാനുള്ള, ദൈവത്തിന്റെ മനസ്സിലാക്കുവാനുള്ള ആലയമാണ് ദൈവമെന്ന ആ മഹാശക്തി അറിയാനുള്ളത്. അതുകൊണ്ട് നാം സ്ഥാപിക്കുന്ന ദേവാലയങ്ങൾ, ആരാധന കേന്ദ്രങ്ങൾ അത് കൂടുതൽ കൂടുതൽ വളരുകയും കൂടുതൽ കൂടുതൽ വികസിക്കുകയും ചെയ്യുകയാണ്. അത് നശിക്കുന്നില്ല. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം നാം അറിയുന്നത്. ഈ ഇടവക ഇന്ന് ഈ രൂപത്തിൽ മാറിയെങ്കിൽ, ഈ രൂപത്തിൽ ഈ ഇടവകയെ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ, യഥാർത്ഥത്തിൽ അതിന് നിങ്ങൾക്ക് ശക്തി നൽകിയത്, അതിന് നിങ്ങൾക്ക് വഴികാട്ടിയായത് ദൈവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആവശ്യം. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം തീരുമാനിക്കുന്നത് നടക്കും, നടപ്പാക്കും. അതാണ് പ്രത്യേകത എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടവക പലതുകൊണ്ടും പ്രത്യേകതയാണ്. മാത്രമല്ല, ഇത്രയും മനോഹരമായ ഒരു ഇടവക അല്ലെങ്കിൽ ദേവാലയം നിങ്ങൾക്ക് പണിയുവാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി ഞാൻ കരുതുന്നു. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, ഇടവകാംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ഇടവക, ഇത്രയും മനോഹരമായ ഇടവക സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ ഇടവകാംഗങ്ങളെ പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയും പ്രശംസിക്കുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇടവകാംഗങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സഭയ്ക്ക് അഭിമാനകരമായ, ഭദ്രാസനത്തിന് അഭിമാനകരമായ ഒരു പള്ളി ഇവിടെ പടുത്തുയർത്താൻ കുട്ടമ്പേരൂരിലെ മലങ്കര ഓർത്തഡോക്സ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിക്ക് കഴിഞ്ഞതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. ഇവിടെ അഭിവന്യ പക്കോമിയസ് തിരുമേനിയുടെ സ്മാരകമായ സഹായനിധിയാണ് കാണിച്ചത്. പാവങ്ങൾക്കും സാധാരണക്കാർക്കും എന്നും പ്രാപ്യമായ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരുന്നു അഭിവന്യ പക്കോമിയസ് തിരുമേനി. അദ്ദേഹം ലളിത ജീവിതം നയിച്ച ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു, പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കാണണമെന്ന് നമ്മളെ ഉപദേശിക്കുകയും ചെയ്ത അഭിവന്ദ്യനായ പക്കോമിയസ് തിരുമേനി, അദ്ദേഹം കാലം ചെയ്താലും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്ന ഒരു മഹാപ്രവാചകനാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അദ്ദേഹം നാനാജാതി മതസ്ഥരുടെ സ്നേഹത്തിന് പാത്രീഭൂതമായ ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മെത്രാപ്പൊലീത്ത നിലയിലുള്ള പുരോഹിത ശ്രേഷ്ഠ നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ നമുക്ക് റാന്നിയിൽ പോയാൽ മനസ്സിലാക്കാൻ കഴിയും. റാന്നിയിൽ നിന്നും മാവേലിക്കരയിലേക്ക് വരുമ്പോൾ അവിടെ സ്ഥാപിച്ച
റാന്നിയിൽ സ്ഥാപിച്ച അവിടെ നമ്മൾ അഭിനന്ദ തിരുമേനിയുടെ ഖബറടക്കത്തിന് നമ്മൾ എല്ലാവരും പോയതാണ്. അവിടെ വരുത്തിയ മാറ്റങ്ങൾ, അതിനുശേഷം മാവേലിക്കരയിൽ അദ്ദേഹം മെത്രാപ്പൊലീത്തായി വന്നതിന് ശേഷം ഭദ്രാസനത്തിനുണ്ടായ ആസ്ഥാനം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ, അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല സാധാരണക്കാർക്കും നിന്ദിതർക്കും അഗതികൾക്കും നിരാലംബർക്കും ഒക്കെ തന്നെ ആശ്വാസത്തിന്റെ തെളിനീർ നൽകിയ അഭിവന്യ പക്കോമിയോസ് തിരുമേനി തന്റെ ജീവിതം തന്നെ പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച മഹാപുരോഹിത ശ്രേഷ്ഠനായ അഭിവന്യ പക്കോമിയോസ് തിരുമേനിയുടെ നാമധേയത്തിൽ ഒരു സഹായനിധി രൂപീകരിക്കുമ്പോൾ തീർച്ചയായും അത് കാലം ചെയ്ത മെത്രാപ്പൊലീത്തയുടെ ഏറ്റവും വലിയ ആദരവാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ സഹായനിധിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്. കുട്ടമ്പേരൂർ MGM യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള മാർ പക്കോമിയോസ് സ്മാരക സഹായ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇതിന്റെ ആദ്യ ഗഡു പ്രസ്ഥാനത്തിനു വേണ്ടി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മുൻ കേന്ദ്ര ട്രഷററും മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാന മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീ മാത്യു ജി മനോജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കൊഴുക്കുന്ന് സുരേഷ് അവരോടുള്ള നന്ദി തരുണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അഭിമന്യ തിരുമനസ്സുകളുടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പ്രിയങ്കരനായിരുന്ന അഭിമന്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ആശ്രമാംഗവും നിരണം ഭദ്രാസനത്തിലെ പാണ്ഡങ്ങേരി പള്ളി ഇടവകാംഗവുമായ അഭിമന്യ മാത്യൂസ് മാർ തേവദോസിയോസ് മെത്രാപ്പൊലീത്ത തന്റെ ജീവിത ലാളിത്യം കൊണ്ടും വശ്യമായ ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായ തിരുമേനി സഭയുടെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജറാണ്. കൂടാതെ അഭിമന്യ പക്കോമിയോസ് തിരുമേനിയുടെ ബഥനി ആശ്രമത്തിലെ പിൻഗാമിയാണ്. ഇടുക്കി ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യ മാത്യൂസ് മാർ തേവോദ്യോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രിയ നായകനും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തമാരായ അഭിവന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനി, ഏറ്റവും ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികളെ, മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഏറ്റവും വന്യനായ ജേക്കബ് ജോൺ അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാശന്മാരെ, കൊട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഞങ്ങളുടെ എല്ലാം പ്രിയ അഭിമാനവും കിരീടവുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, സഹോദരി ഇടവകളിൽ നിന്ന് ഈ കൂദാശയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന ഏവപ്പെട്ട എല്ലാവരുമേ, ഈ പള്ളിയുടെ ചുറ്റുമുള്ള നാനാജാതി മതസ്ഥരായി ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹ പ്രഭാഷണം 5 മിനിറ്റ് കൊണ്ട് തീരണം എന്ന് അധ്യക്ഷൻ തിരുമേനി പറഞ്ഞു. ഇനി എനിക്ക് 3 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. കാലം ചെയ്ത മാത്യൂസ് ദിദിയൻ ബാവ ഈ ഫോട്ടോ നിങ്ങൾക്കും എനിക്കും എന്നും ഒരു പ്രചോദനമാണ്. മലങ്കര സഭയുടെ സൂര്യ തേജസ്, കൊടിക്കുന്നിൽ സുരേഷ് സാർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഏറ്റവും അധികം വശീകരിക്കുന്ന, ദൈവസ്നേഹത്തിലേക്ക് നയിപ്പിക്കുന്ന ആ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ അനുഗ്രഹ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. മധ്യസ്ഥിതിയൻ ബാവ തിരുമേനി ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തിരുമേനിയുടെ സ്നേഹപൂർവമായ വിളി നിങ്ങൾ ഞാനും ഏറ്റതാണ്. തിരുമേനി ചോദിക്കും, മോനെ, മോളെ, കുഞ്ഞെ, എന്താ നിങ്ങളുടെ പള്ളിയുടെ അർത്ഥം? വാട്ട് യു മീൻ ബൈ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കുട്ടമ്പേർ? എന്താ കുഞ്ഞെ, എന്താ മോളെ
എന്താ മോനെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പറയാമോ? തിരുമേനി ചോദിക്കും. ഇപ്പൊ ചോദിക്കുന്നുണ്ട്. തിരുമേനി ഇവിടെയുണ്ട്. തിരുമേനിയുടെ ആത്മാവ്. ആ പരിശുദ്ധ പിതാവിന്റെ ചോദ്യം ഇതാ: കുഞ്ഞേ, കുട്ടമ്പേരൂർ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? പരിമല തിരുമേനിയുടെ നാമധേയം വായിക്കുന്നു. എന്താ അർത്ഥം? തിരുമേനി തന്നെ ഉത്തരം പറയും. മോളെ, ദൈവത്തെ നോക്കി, സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘം. തിരുമേനിയുടെ ഡെഫിനിഷനാണ്. കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി കല്ലും മണ്ണും കൊണ്ട് പണിത് മനോഹരമായ ഒരു ദേവാലയം. ഇന്നലെയും ഇന്നുമായിട്ട് ഇതിനെ പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്തു. ഒരു പരിശുദ്ധിയുടെ ലേപനം. അത് ലേപനം ചെയ്യുമ്പോൾ ലേപനം ചെയ്തവരും ലേപനം ഏറ്റുവാങ്ങുന്നവരും വിശുദ്ധിയിലേക്ക് പോകണം. ഈ പള്ളി ഇതിനേക്കാൾ വലിയ പള്ളിയാണ് നിങ്ങളും ഞാനും. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ മധ്യസ്ഥിതിയൻ ബാബ പറയുന്നു, സ്വർഗത്തെ നോക്കി. കുഞ്ഞുങ്ങൾ മറന്നുപോയല്ലേ? തിരുമേനിയുടെ വാക്കുകളാണ്. ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘം. ഇവിടെ പിണക്കുണ്ടോ? ആരെങ്കിലും തമ്മിൽ പിണക്കുണ്ടോ? ഇല്ല, ഉണ്ടാവരുത്. ശത്രുത, വിദ്വേഷം, പക ഒന്നുമില്ലാത്ത ദൈവസ്നേഹം പങ്കുവെക്കുന്ന, ലവ് ഫീസ്റ്റ് കഴിക്കാൻ ഒരുങ്ങുന്ന കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി ദൈവത്തെ നോക്കി യാത്ര ചെയ്യണം. ഈ യാത്ര നിങ്ങളോട് ചേർന്ന് നമ്മുടെ ചുറ്റും ഉള്ള എല്ലാവരും യാത്ര ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇന്നലെയും ഇന്നുമായി നിങ്ങളോടൊപ്പം, ഈ പ്രിയ പിതാക്കന്മാരോടൊപ്പം, ബാബ തിരുമേനോടൊപ്പം ഇതിൻ്റെ കൂദാശാകരണത്തിൽ ബലഹീനായി എനിക്ക് പങ്കുചേരുവാൻ സാധിച്ചു. ബദനി സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഞാൻ. റാന്നി പെരുന്നാട് എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ ബദനിയിൽ ചേരുമ്പോൾ അഭിമന്യ പക്കുമസ് തിരുമേനി എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ഡിഗ്രി കഴിഞ്ഞ് ബദനിയിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സായി, ഷമ്മാശന്മാരായി, വൈദികരായി ഈ ഒരു നിലയിലേക്ക് ദൈവം തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ചും മാവേലിക്കര ഭദ്രാസനം ഒരിക്കലും ആ വന്യപിതാവിനെ മറക്കില്ല. ഞാൻ ഓർക്കുന്നു, ഈ കൊടിക്കുന്നിൽ സുരേഷ് സാർ, നമ്മുടെ മന്ത്രി, അത് പക്കുമസ്മേനി കാലം ചെയ്ത ലേക്ക് ഷോർ ആശുപത്രി മുതൽ റാന്നി പെരുന്നാട് ബദനി ആശ്രമത്തിൽ ആ ഭൗതിക ശരീരം ഖബർ അടക്കുന്നതുവരെ ഒരു നിഴൽ പോലെ ഈ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് സാർ ഉണ്ടായിരുന്നു. ആ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും കുട്ടമ്പേരൂർ പള്ളിക്ക് ഒത്തിരിയുണ്ട്. കാരണം ഇവിടെ കല്ലിട്ട് നിങ്ങളെ ഈ ദേവാലയത്തിന് ആശീർവാദം നൽകി പണിതുയർത്തുവാൻ അതിന് തുടക്കം കുറിച്ചത് ആ പിതാവാണ്. ഈ ദേവാലയത്തിൻ്റെ ആദ്യ തുടക്കക്കാരൻ മാത്യൂസ് ദിയൻ ബാവായുമാണ്. രണ്ട് പിതാക്കന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ സ്നേഹ അഞ്ജലി, ആദരവ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക സ്വർഗത്തെ നോക്കി, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഇടവകയായി രൂപാന്തരപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തന്റെ അനുഗ്രഹ വചസ്സുകൾ കൊണ്ട് നമ്മെ ആശീർവദിച്ച തേവോദോസ്യോസ് തിരുമേനിയോടുള്ള നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്തയാണ്. നമ്മുടെ മാതൃഇടവകയായ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗവും നമ്മുടെ ഇടവകാംഗം എന്ന നിലയിൽ നമ്മുടെ ഇടവകാംഗം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അഭിമന്യ തിരുമേനി നമ്മുടെ ഇടവകയിലെ പലരുടെയും സമകാലീനനായി മാവേലിക്കര ബിഷപ്പ് കോളേജസ് ഹൈസ്കൂളിലും ബിഷപ്പ് മോർ കോളേജിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം മാത്യു ബേബി അച്ഛനായി നമ്മുടെ ഇടവകയുമായും ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്തി വരുന്ന വ്യക്തിയാണ്. കോട്ടയം വൈദിക സെമിനാരി അധ്യാപകനായിരിക്കെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം യൂറോപ്പ്, UK, ആഫ്രിക്ക മെത്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തയായും അഖില മലങ്കര ശുശ്രൂഷക സംഘം പ്രസിഡന്റുമാണ്. അദ്ദേഹത്തെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ അധികം ഒന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, അടുത്ത ഞായറാഴ്ച വീണ്ടും നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരം ഉണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോൾ കുട്ടമ്പേരൂർക്കാരെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകാത്ത വിധത്തിൽ കണ്ണുകൾക്ക് വിശ്വാസം
പോരാത്ത വിധത്തിൽ വളരെ മനോഹരമായ ഒരു ദേവാലയം വലിയ ബഹളമൊന്നും കൂടാതെ അധികം സമയമൊന്നും എടുക്കാതെ നിങ്ങൾ പൂർത്തിയാക്കി. അതിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഈ പ്രദേശത്തിന് ഒരു അലങ്കാരമായി അനുഗ്രഹമായി കുട്ടമ്പേര് തന്നെ 3-4 പള്ളികളുണ്ട്. ആ പള്ളികളെയൊക്കെ നോക്കിയാൽ അതിനേക്കാളൊക്കെ മനോഹരമായി ഈ ദേവാലയം നിങ്ങൾ പൂർത്തിയാക്കി. അതിൽ എല്ലാവരെയും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകിയ നമ്മുടെ KM വർഗീസ് അച്ഛനോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുമോദിക്കുന്നു. ഭാരതീയ പുരാണത്തിലൊക്കെ യജ്ഞം അല്ലെങ്കിൽ യാഗം എന്ന് പറയുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, സ്വർഗത്തിൻ്റെ വാതിലാണ്. ഒരു ദേവാലയം നമ്മൾ സ്ഥാപിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഈ ദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കത്തക്കവണ്ണം ഇവിടെ നിന്ന് പ്രാർത്ഥനകൾ ഉയരുവാനും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉയരുവാനും ഒക്കെയും ഇടയാകും. നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ അറിയാം, അവിടെ മനോഹരമായ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. കർത്താവ് ഇങ്ങോട്ട് നോക്കുകയാണ്, കുട്ടമ്പേരുകാരെ ഇപ്പം അല്പം ഗൗരവത്തിലിരിക്കുക. കർത്താവ് ഇങ്ങനെ നോക്കുകയാണ്, എന്തുവാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് അവിടുന്ന് പുഞ്ചിരിക്കും, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിയും, ഈ ദേശത്തെ അനുഗ്രഹിക്കും, ഈ സമൂഹം അഭിവൃദ്ധിയുള്ളതായി തീരും. അങ്ങനെ അനേകർക്ക് പ്രകാശമായി ഈ ഇടവക തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനിയൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു ദേവാലയം ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് നിങ്ങൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡയോക്സൈഡ് കൊണ്ട് ഈ അന്തരീക്ഷം മലിനപ്പെടുത്തുന്നത് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ട്. അനേകർക്ക് പ്രയോജനകരമായി ഈ ദേവാലയം കൊണ്ട് അനേകർക്ക് സന്തോഷം പകരുന്ന അനേകം നല്ല കാര്യങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം, അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സായി തീരുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹിക്കപ്പെട്ട ഇടവകയ്ക്ക് സാധിക്കട്ടെ. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവാതിരുമേനി അന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെ ഇങ്ങേ അതിർത്തിയാണ്. തിരുവനന്തപുരം മുതൽ കുട്ടമ്പേരൂർ പെരിങ്ങലിപ്പുറമാണ് അതിർത്തിയായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ ഓടി നടന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്നത് മനോഹരമായ 5 ഭദ്രാസനങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതല വന്ന പക്കോമ്യൂസ് തിരുമേനിയും ഈ ഇടവകയെ വളരെയേറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. അങ്ങനെ ആ 2 പുണ്യപിതാക്കന്മാരിന്ന് നമ്മളോടുകൂടെ സന്തോഷിക്കുന്നുണ്ട്. ഇനിയും അനേകം സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഈ ദേവാലയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും, അല്പമായോ അധികമായോ സഹകരിച്ച എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി റെവറൻ ഫാദർ ജേക്കബ് ജോർജ് കല്ലടച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, വൈദിക ശ്രേഷ്ഠരെ, ഇടവാങ്ങളെ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി മനുഷ്യ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ആലയം ഇന്ന് ദൈവഭവനമായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ചിന്തകൻ പറഞ്ഞു, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ആലയമായി ഇന്ന് ഇതിനെ സമർപ്പിച്ചിരിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവ സമ്പർക്കം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിറയുവാൻ ഈ ദേശത്തിനും ഇടവകങ്ങൾക്കും ഇടയാകട്ടെ. ചുരുങ്ങിയ ഭവനങ്ങളുള്ള ഈ ഇടവക ഇത്രയും രൂപ ചെലവഴിച്ച് ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല ആരാധനയ്ക്കായി തുറക്കപ്പെടേണ്ടത്. പലപ്പോഴും പലയിടത്തും കോടികൾ ചെലവഴിച്ച് ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ആരാധനയ്ക്ക് പരിമിതപ്പെടുത്തുന്ന ആരാധനയുടെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ദിവസങ്ങളിലും ഈ ദേവാലയം തുറന്നിടുവാനും എല്ലാവർക്കും പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിപ്പാനുമുള്ള അവസരത്തിനായിട്ട് ഈ പുതിയ ദേവാലയം മുഖാന്തരമായി തീരട്ടെ. ഇത് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ഇടവകയുടെ ചുറുചുറുക്കുള്ള വികാരി KM വർഗീസ് അച്ഛനാണ്. തിരുമേനിയോട് ഇരിപ്പുണ്ട്. ഇനി എവിടെയെങ്കിലും പള്ളി പണിയാനുണ്ടെങ്കിൽ അതിന്റെ പള്ളിപ്പണിയുടെ എക്സ്പേർട്ടായിട്ട് ബഹുമാനപ്പെട്ട KM വർഗീസ് അച്ഛനെ പറഞ്ഞുവിടുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഇവിടെ ഉണ്ടായി. എവിടെ ഏൽപ്പിച്ചാലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള താലന്തുകൾ
സഭയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെയും ട്രസ്റ്റിയും സെക്രട്ടറിയും എല്ലാ ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും ഇടവാങ്ങളെയും അനുമോദിച്ചുകൊണ്ട് ഈ ആലയം തുടർന്നും ഈ ദേശത്തിന് ദൈവത്തിന്റെ കൃപകൾ ഒഴുക്കി കൊടുക്കുന്ന ഒരു ജീവനദിയായി രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. മലങ്കര സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനും ഈ ഇടവകയുടെ കാവൽ പിതാവുമായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശത്താൽ പരിപാവനമാക്കപ്പെട്ട ഈ പുണ്യഭൂമിയിലാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത്. കുട്ടമ്പേരൂർ പ്രദേശം മതസൗഹാർദ്ദത്തിനും വളരെയധികം പേരുകേറ്റതാണ്. കുന്നത്തൂർ ദേവീക്ഷേത്രം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരിക്കുന്ന ശ്രീ സുനിൽ ശ്രദ്ധേയത്തിനെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന എത്രയും ബഹുമാനരായ മഹത് വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇടവാംഗങ്ങളെ, ഈ ദേവാലയം ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ 11, അതായത് മാന്നാർ പഞ്ചായത്ത് 11 വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ഇടവക അംഗങ്ങളെപ്പോലെ തന്നെയും ഇതിൻ്റെ വളർച്ചയിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഈ ദേവാലയത്തിനുണ്ടാകട്ടെ. ഞാൻ നോമിനേഷൻ കൊടുക്കാനായി ഈ ദേവാലയത്തിൽ വന്ന് അന്ന് ഇവിടുന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് പോയത്. തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് മാർജിനിൽ, അതായത് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ എന്നെ ഈ വാർഡിൽ നിന്നും നിങ്ങളെല്ലാവരും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയർച്ച ഈ ദേവാലയത്തിനുണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇടവക വികാരിയെ പ്രത്യേകം അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിനെ പറ്റി ഈ നാട്ടിൽ തന്നെ ജനങ്ങളെല്ലാം ഒരുപാട് അന്യ മതസ്ഥർ പോലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഈ ദേവാലയത്തിന് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പണിക്ക് നേതൃത്വം നൽകിയ ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അവരുകളെ ക്ഷണിക്കുന്നു. അദ്ദേഹം SNDP യൂണിയൻ താലൂക്ക് പ്രസിഡന്റാണ്. ആശംസാ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ധന്യമായ യോഗത്തെ അലങ്കരിക്കുന്ന ബഹുമാനരായ തിരുമേനിമാര്, വൈദിക ശ്രേഷ്ഠർ, ഇടവകാംഗങ്ങൾ, വളരെ ധന്യമായ ഒരു ചടങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. അതിമനോഹരമായ ഒരു ദേവാലയം ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രയോജനം ബഹുമാനായ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ ഇടവാംഗങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തിനാകെ ഒരു പോസിറ്റീവ് എനർജി പകരുവാൻ ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്ന് ഈ ധന്യമായ ചടങ്ങിൽ ഒരു സഹായനിധിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് സഹജീവികളെ സഹായിക്കുക എന്നുള്ളത്. അപ്പം അതിൽ ഇവിടുത്തെ യുവജനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സഹായനിധി രൂപീകരിക്കുകയും നമ്മളിൽ ചികിത്സാ സഹായത്തിനായി അർഹതയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അത് നൽകുകയും ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടികളിൽ ചെങ്ങന്നൂർ SNDP യൂണിയനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളേവരെയും അടുത്തതായി റിപ്പോർട്ട് അവതരണത്തിനായി കൺസ്ട്രക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ആയിരിക്കുന്ന ശ്രീ ഷിബി പുയ്ക്കുരുവൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേകാദൈവത്തിന് സ്തുതി. കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് യോഗസമക്ഷം അവതരിപ്പിക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. 1957 സ്ഥാപിതമായ ഈ ദേവാലയം ഇത് 2ാം തവണയാണ് പുതുക്കി പണിയുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ദേവാലയം 1981 അന്ന് നമ്മുടെ ഇടവകയിൽ ഉൾപ്പെട്ടിരുന്ന കൊല്ലം ഭദ്രാസനാധിപനും നിയുക്ത കാതോലിക്ക ബാബയുമായിരുന്ന അഭിമന്യ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനിയാണ് കൂദാശ ചെയ്തത്. ആ ദേവാലയത്തിൻ്റെ ഹൈക്ലായുടെ മേൽക്കൂരയ്ക്ക് കാലപ്പഴക്കത്താൽ സംഭവിച്ച ജീർണാവസ്ഥ അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കുവാനും സ്ഥലപരിമിതിയുള്ള വിശുദ്ധ മദ്ബഹ പൊളിച്ച് പണിയുന്നതിനും 13/3/2011 കൂടിയ പൊതുയോഗം തീരുമാനിച്ചു. തദവസരത്തിൽ പള്ളിയുടെ വടക്ക് ഭാഗത്ത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച് നിലനിന്നിരുന്ന ധ്യാനമന്ദിരത്തിന് സമാനമായി തെക്ക് വശത്തും വിശുദ്ധ ഗീവർഗീയ സഹോദരയുടെ നാമത്തിൽ ഒരു ധ്യാനമന്ദിരം നിർമ്മിച്ചു നൽകാമെന്ന് അരാരവടക്കതിൽ ശ്രവണി വിലയെ ശ്രീ ജോൺ മാത്യു വാഗ്ദാനം നൽകുകയും അതുകൂടി ചേർത്ത് പണി പൂർത്തിയാക്കാമെന്ന് പൊതുയോഗം തീരുമാനിക്കുകയും ചെയ്തു. നിർമ്മാണ കമ്മിറ്റി കൺവീനറായി മുളവനേത്ത് കിഴക്കതിൽ ഷിബു പി കുര്യനെയും കമ്മിറ്റി അംഗങ്ങളായി ശ്രീമാന്മാർ AJ ജേക്കബ്, G ഫിലിപ്പോസ്, BM ജോർജ്, J സക്കറിയ,
AJ ജോൺ, കേണൽ ഡോക്ടർ GG മാത്യൂസ്, ജോസ് മണലിക്കാട്ടിൽ, റോയി സാമുവൽ, സണ്ണി കോവിലകം, ചെറിയാൻ തോമസ്, ജിജോ ജോർജ്, മാത്യു ജി മനോജ്, MJ മനോജ്, ഷിബു മാത്യു, ഷിബു ജെ, PT മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ പള്ളിയുടെ ജീർണാവസ്ഥ കാരണം ഹൈക്കല കൂടി ചേർത്ത് പണിയുന്നതാവും ഉചിതമെന്ന് നിർമ്മാണ കമ്മിറ്റിക്ക് ബോധ്യമാവുകയും ആയതിന് പൊതുയോഗത്തിന് അനുമതി തേടുകയും ചെയ്തു. അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ചേപ്പാട് ശ്രീ PT തോമസിന്റെ മേൽനോട്ടത്തിൽ കോൺട്രാക്ടർ ശ്രീ ശെൽവന്റെ നേതൃത്വത്തിൽ പണികൾ ആരംഭിച്ചു. നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ഇടവക ജനങ്ങൾ സർവ്വരാത്മ സഹകരിച്ചുകൊണ്ടുന്നത് ഇവിടെ സ്മരിക്കുന്നു. 2012 മാർച്ച് മാസം മാവേലിക്കര മെത്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ പൗലോസ് മാർ പക്കോമ്യോസ് തിരുമനസ് ശിലാസ്ഥാപനം നിർവഹിച്ച ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേവലം 18 മാസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. നിർമ്മാണത്തിന് മൊത്തം ഏകദേശം 1.5 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഇടവക ജനങ്ങളിൽ നിന്നും പണവും നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ തടികളും സമാഹരിക്കുവാൻ സാധിച്ചുവെന്നത് അഭിമാനം നൽകുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മറ്റ് ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരുടെ സഹകരണത്തോടെ സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ സമാഹരിക്കുവാനും സാധിച്ചു. കൂടാതെ പള്ളിക്കകത്ത് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും കൽക്കുരിശ്, കൊടിമരം തുടങ്ങിയവയും ഇടവക ജനങ്ങൾ സംഭാവനയായി നൽകിയെന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. പണികൾക്ക് മേൽനോട്ടം വഹിച്ച് അഹോരാത്രം അധ്വാനിച്ച വികാരി റവറൻ ഫാദർ വർഗീസ് കളീക്കൽ, ട്രസ്റ്റി ശ്രീ AJ ജേക്കബ്, സെക്രട്ടറി ശ്രീ G ഫിലിപ്പോസ്, മാനേജിംഗ് കമ്മിറ്റി, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, കോൺട്രാക്ടർ ശ്രീ ശെൽവൻ, തടിപ്പണികൾ പൂർത്തീകരിച്ച ശ്രീ ജോബി, ആർട്ട് വർക്കുകൾ ചെയ്തു തന്ന നിർണം പ്രസാദ്, ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശ്രീ സജി പേരിശ്ശേരി, വയറിംഗ് ജോലികൾ നിർവഹിച്ച ശ്രീ ശശിധരൻ നായർ, പെയിന്റിംഗ് ജോലികൾ പൂർത്തീകരിച്ച ശ്രീ പൊന്നക്കുട്ടൻ തുടങ്ങിയവരോട് എല്ലാവരോടും ഉള്ള നിസ്സീമമായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഏവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് യോഗസമക്ഷം സമർപ്പിച്ചു എന്ന കൺവീനർ ഷിബു പി കുര്യൻ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. 1957 മലങ്കര സഭയുടെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ മോറാൻമാർ ബെസേലിയൂസ് മർത്തോമ മാത്യൂസ് സ്ഥിതിയൻ കാതോലിക്ക ബാവ തിരുമേനി കൊല്ലം മെത്രാസനത്തിന്റെ മാത്യൂസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയായിരുന്ന കാലത്ത് ശിലാസ്ഥാപനം നടത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച ദേവാലയം. ഈ ഇടവകയിലെ പ്രസ്ഥാന പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും ഈ ഇടവകയുടെ പുനർനിർമ്മാണ ദേവാലയ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്ത ഭാഗ്യസ്മരണാഹനായ അഭിമന്യ പക്കോമിയസ് തിരുമേനിയുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ആദരിക്ക ചടങ്ങിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അഹോരാത്രം യത്നിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ഊണുമുറക്കവും ഉപേക്ഷിച്ച് ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തകരോടുമൊപ്പം ചേർന്ന് നിന്ന് ഈ ദേവാലയത്തിന്റെ സാക്ഷാത്കാരത്തിന് മുഖാന്തരമായ വികാരി KM വർഗീസ് കളീക്കൽ അച്ഛനെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ഈ ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട KM വർഗീസ് അച്ഛൻ, ഈ അച്ഛൻ ആരാണെന്ന് ഇനി നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഈ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഒരു കഴിഞ്ഞ 7-8 വർഷമായിട്ട് അച്ഛനെ പരിചയമുണ്ട്. അന്ന് അച്ഛന് പള്ളിപ്പാട് പള്ളിയുടെ ചേപ്പാട് പള്ളി വികാരിയായിരിക്കുമ്പോൾ ഞാൻ റംബാസനാണ്. അവിടെ ചേപ്പാട് ദിവനാസ്വസരുവേണ്ട പെരുന്നാളിന് നടക്കുന്ന 5 മേൽ കുർബാനയ്ക്കൊക്കെ സഹകാർമ്മികനായിട്ട് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ നീളത്തെ അല്പം കുറുകിയ KM വർഗീസ് അച്ഛനെ കണ്ടു തുടങ്ങുന്നത്. പിന്നീട് അച്ഛൻ ചേപ്പാട്ട് നിന്നും പള്ളിപ്പാട്ടേക്ക് സ്ഥലം മാറി. അപ്പോഴും KM വർഗീസ് അച്ഛന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പള്ളിപ്പാട്ട് പള്ളിയിൽ ചേപ്പാട് മാർ ദിവനാസ്ത തിരുവേനയുടെ പെരുന്നാളിൽ കാർമ്മികത്വം വഹിക്കുന്നതിനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ സ്നേഹബന്ധം കഴിഞ്ഞ 5-6-7 വർഷങ്ങളായിട്ട് വർദ്ധിച്ചു. ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ കുറച്ചേ പറയാൻ എനിക്കുള്ളൂ. എന്നാൽ ഒരുപക്ഷെ അഭ്യതനായ പക്കോമേസ് തിരുവേനി ഇപ്പോൾ ഈ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ തിരുവേനി ഈ KM വർഗീസിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കുറേയേറെ സമയമെടുത്ത് പറയുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളിൽ ആരെയെങ്കിലും ക്ഷണിച്ച് ഇവിടെ നിർത്തി ഈ കൊച്ചു കുട്ടികൾ മുതൽ പുറകോട്ടിരിക്കുന്ന ആരെ ഇവിടെ വിളിച്ച് നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട KM വർഗീസ് അച്ഛനെ പറ്റി 2 വാക്ക് പറയാനായിട്ട് പറഞ്ഞാൽ 2 വാക്കുകൊണ്ടും 4 വാക്കുകൊണ്ടും ഒന്നും അത് അവസാനിക്കുകയില്ല. എന്നാൽ
ഇന്നിപ്പോൾ നമുക്ക് അത്രയും പറയാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് മാത്രം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ദേവാലയം നിർമ്മിക്കുക എന്ന് പറയുന്നതും അതിന് വേണ്ട നേതൃത്വം കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എന്നും സാധിക്കുന്നതല്ല. എല്ലാവരും വൈദികരാണെങ്കിലും എല്ലാവരും സാധിക്കുകയില്ല. എല്ലാവരും ദൈവജനങ്ങളാണെങ്കിലും എല്ലാ സമയത്തും ദേവാലയം നിർമ്മിക്കാൻ സാധിക്കുകയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നൂറ്റാണ്ടിൽ ഇനി നിങ്ങൾക്ക് അടുത്തൊരു 5, 10, 20, 50 വർഷങ്ങൾക്ക് ശേഷമേ ഒരു ദേവാലയം നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. ബഹുമാനപ്പെട്ട കെ വർഗീസ് അച്ഛൻ്റെ ഇതുവരെയുള്ള പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇരുന്നിട്ടുള്ള എല്ലാ ദേവാലയങ്ങളിലും എന്തെങ്കിലുമൊക്കെ അവിടെ വളരെ വ്യക്തമായ ചില നേതൃത്വം കൊടുക്കുന്നതിന്, അവിടെ ദേവാലയം നിർമ്മിക്കുന്നതിന്, കുരിശടികൾ നിർമ്മിക്കുന്നതിന്, അവിടെ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹീതനായ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട കെ വർഗീസ് അച്ഛൻ. ഈ ഇടവകയിലും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ചുരുങ്ങിയ ആളുകളുടെ അംഗസംഖ്യ കുറവാണ്, എന്നാൽ പല സ്ഥലങ്ങളിൽ നിന്നും പലരുടെയും സഹായം ഒക്കെ ലഭിച്ചുകൊണ്ട് നിങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഇവിടെ ഒത്തിരി അസൗകര്യങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ അസൗകര്യങ്ങളുടെയും പരിമിതികളുടെ ഒക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ദേവാലയം വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ബാവതിരുവനസുകൊണ്ട് ഇന്നലെ എഴുന്നള്ളി അതിന് സന്തോഷം അറിയിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ സംബന്ധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ദീർഘദൂരമായുള്ള ഒരു നല്ല സ്വീകരണ ഘോഷയാത്ര നിർവഹിച്ചു. ദേവാലയ കൂദാശയുടെ എല്ലാ ചടങ്ങുകൾക്കും ബഹുമാനപ്പെട്ട കെ വർഗീസ് അച്ഛൻ്റെ വളരെ അനുഗ്രഹീതമായ നേതൃത്വം ഈ ഇടവയ്ക്ക് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും ചേർന്ന് പരിശുദ്ധ ബാവതിരുവനിക്ക് വേണ്ടിയും ഈ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്ത നിലയിൽ ബഹുമാനപ്പെട്ട കെ വർഗീസ് അച്ഛനെ ഇപ്പോൾ ഏറെ ആദരവോടെ അച്ഛനെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സൂചകമായി ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു പ്രശംസാ പത്രം അച്ഛൻ ഇപ്പോൾ നൽകുകയാണ്. കുട്ടമ്പേരൂർ ഇടവകയുടെ ദേവാലയ പുനർനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത അങ്ങയുടെ പ്രവർത്തനങ്ങളെ ഇടവക നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പ്രശംസാപത്രം ബഹുമാനപ്പെട്ട അച്ഛന് കൊടുക്കുന്നത് ഞാൻ മാത്രമായിട്ടല്ല, നമ്മളെല്ലാവരും ചേർന്നാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ ഇതിൽ പിടിക്കും. വലത്തുകൈ എല്ലാവരും നീട്ടിക്കാട്ടെ, ഇതിലോട്ട് പിടിച്ചാട്ടെ, പിടിച്ചോ. ആ കൈ മുറുകി പിടിച്ചാട്ടെ. കൈ ഇങ്ങനെയല്ല പിടിക്കണം, ഇത് മുറുകി പിടിച്ചാട്ടെ. ഇതേ പിടിച്ചോ, എല്ലാവരും ചേർന്ന് പിടിച്ചോ. എല്ലാവരും കൂടെ ഇങ്ങോട്ട് കൈ നീട്ടാം, അച്ഛൻ്റെ അടുത്തോട്ട് കൊടുക്കാം. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് വേണ്ട ഇടവങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അച്ഛന് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛന് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി മൊമെന്റോ നൽകും. യുവജന പ്രസ്ഥാനം വകയായിട്ട് അച്ഛന് മൊമെന്റോ സമർപ്പിക്കുന്നു. സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് MGM യുവജന പ്രസ്ഥാനം കുട്ടമ്പേരൂർ ഇടവകയിലെ പുതിയ ദേവാലയ പൂർത്തീകരണത്തിന് അക്ഷീണം പ്രയത്നിച്ച ഞങ്ങളുടെ വികാരി റവറൻ ഫാദർ കെ വർഗീസ് കളയിക്കൽ അച്ഛന് MGM യുവജന പ്രസ്ഥാനം പ്രവർത്തകരുടെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഫലകം ഇപ്പോൾ അഭ്യുന്നതനായ തെവോദോസ് തിരുമനസുകൊണ്ട് സമർപ്പിക്കുന്നതായിരിക്കും. ആദരിക്കൽ ചടങ്ങ് തുടരുകയാണ്. ഈ ദേവാലയം 2012 ഒക്ടോബർ മാസം 23-ാം തീയതി 2011 ഒക്ടോബർ മാസം 23-ാം തീയതി അഭിമന്യ പൗലോസ് മാർ പക്കോമീസ് തിരുമനസ്സുകൊണ്ടാണ് ശിലാസ്ഥാപനം നടത്തി ഇതിന്റെ പണികൾ തുടങ്ങിയത്. തമ്പുരാന്റെ വലിയ കൃപ, പരിശുദ്ധനായ പരമല തിരുമേനിയുടെ സാന്നിധ്യം, പ്രാർത്ഥന മധ്യസ്ഥത നിശ്ചയമായിട്ടുണ്ടായിരുന്നു. ഈ ദേവാലയം ഇങ്ങനെ തുടങ്ങാനായിട്ട് ശരിക്കും വിചാരിച്ചതല്ല. ഞാൻ വരുമ്പം വടക്കോശത്തൊരു വരാന്തയുണ്ട്, തെക്കോശത്തെ വരാന്തയ്ക്ക് തറയൊക്കെ കെട്ടിയിട്ടിരിക്കുക. തിരുമേനിമാർക്ക് അറിയില്ലെങ്കിലും ഒന്ന് സൂചിപ്പിക്കുക. പക്ഷെ അത് കഴിഞ്ഞപ്പം ഈ ഉടല് വലുതാണ്, തല ചെറുതാണ്. അപ്പം തല വലുതാക്കാൻ വേണ്ടി മധുഹ പണിയാൻ തീരുമാനിച്ചു. 35 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പുതിയോത് പല്ലും ചോദിച്ച 35 ലക്ഷം രൂപ കുട്ടമ്പേര് പള്ളിയെന്നോ? ഞാൻ പറഞ്ഞു പിന്നെല്ലാം നാട്ടിൽ നിന്നാണോ? നടക്കത്തില്ല അച്ഛാ. ഞാൻ പറഞ്ഞു നടക്കും. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞ ഒരു ധൈര്യത്തിന്. അത് കഴിഞ്ഞ് 2-3 പൊതിയോഗം കൂടിയപ്പോഴത്തേക്ക് പ്ലാനും എസ്റ്റിമേറ്റും കൊണ്ടുവന്നു. ലാസ്റ്റിൽ 3-4 പൊതിയോഗം കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളി പൂർണ്ണമായിട്ട് പുതുക്കി പണിയണം തീരുമാനമായി. ഓരോരോ ഭാഗം പൊളിക്കാം, ഓരോരോ ഭാഗം പണിയാം. ചുരുക്കി പണിതും പൊളിച്ചും മുഴുവൻ പൊളിച്ചു, മുഴുവൻ പണിതു.
പൊക്കോമിസുവിനെയാണ് അതിനെ കല്ലിട്ടത്. തിരുവേനി അന്ന് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പള്ളിയിൽ അതിനെ സംബന്ധിച്ചും പറഞ്ഞു. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു കാഴ്ചയെക്കുറിച്ച് പൊക്കോമിസുമേനി ഇങ്ങനെ നിർബന്ധിച്ച് എന്നോട് പറയുന്നത്, സമയമില്ല, പോകാം, പെട്ടെന്ന് തീർക്കണം പണിയൊക്കെ. സാധാരണ ജയപ്പാടും പള്ളിപ്പാടും വരും പറയുന്നൊരു വാചകമാണ്. എത്ര തിരക്കിന്നാലും പോകാൻ നേരത്ത് പറയുന്ന അങ്ങോട്ടൊന്ന് വരണം കേട്ടോ, അങ്ങോട്ട് വന്നിട്ടേ പോകാം. അരമന ചെല്ലുന്നതിന് വിളി വരും, ഓടി വരാൻ. കാര്യമൊന്നും കാണുകയില്ല, എന്തെങ്കിലും നിസ്സാരപ്പെട്ട കാര്യമായിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെ തിരുമേനിയെ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്കൊരു തോന്നലുണ്ടായതാണ്. ഇങ്ങനെ തിരുമേനി വന്നിട്ട് നിർബന്ധിക്കുന്നു, പോകണം, പണികൾ പെട്ടെന്ന് നടത്തണം, കൂദാശയൊക്കെ നടത്തണം എന്ന് പറഞ്ഞതുപോലെ. അപ്പം അത് അന്ന് മുതൽ ഇന്ന് വരെ ഇതിന് അക്ഷീണം പരിശ്രമിച്ച ഒത്തിരി പേരുണ്ട്. ഞാൻ അതിൻ്റെ മുൻസ്ഥാനം നിന്ന് കൊടുത്തതേ ഉള്ളൂ. സത്യത്തിൽ എന്നേക്കാളേറെ ഓടിയ ഒത്തിരി ആളുകളുണ്ട്. പേരുകൾ പറയാൻ തുടങ്ങിയാൽ തിരുമേനി പറഞ്ഞ പോലെ നമ്മുടെ ഉച്ചഭക്ഷണം വൈകിട്ടത്തെ 6 കഞ്ഞിയായി പോവും. അതുകൊണ്ട് അവരെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഈ ബലിപീഠത്തിൽ എന്നൊക്കെ ഞാൻ ബലി അർപ്പിക്കും, അന്നൊക്കെ അവരുടെ പേരുകൾ ആ ബലിപീഠത്തിൽ ഞാൻ ഓർക്കും. എങ്ങും എഴുതി വെക്കേണ്ട കാര്യം എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. മരണം വരെ ആ പേരുകൾ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രത്യേകമായിട്ട് അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽ നേതൃസ്ഥാനത്ത് നിന്ന ചില ആളുകളെ ആദരിക്കാനേ സാധിക്കത്തുള്ളൂ. ഈ 140 വീട്ടുകാരെ ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തിരുവേനി പറയുന്ന പോലെ അത് സാധ്യമല്ല. എങ്കിൽ നിങ്ങളെല്ലാവരുടെയും ആദരവായി ഇതിനെ കണക്കാക്കിക്കൊണ്ട് ഇടവകയെ ഒന്നായി ആദരിക്കുന്ന ഒരു ചടങ്ങായി കരുതിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ചില സ്ഥാനികളുടെ പേരുകൾ പറയുകയാണ്. ആ സ്ഥാനികൾ വന്ന് തിരുമേനിമാരുടെ കയ്യിൽ നിന്നും ആദരവുകൾ സ്വീകരിക്കണം. ഇടവകയുടെ ട്രസ്റ്റിയായി കൈക്കാരനായിട്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് തുടരെ വളരെ സുത്യർഹമായി സേവനം അനുഷ്ഠിക്കുന്ന ആലു നിൽക്കുന്നതിൽ AJ ജേക്കബ്, നമ്മളെല്ലാം സ്നേഹത്തോടെ പാനോ ചായ എന്ന് വിളിക്കും. ശബ്ദം കേട്ടാൽ ഇച്ചിരി റഫാണ്, പക്ഷെ ആളിനെ കണ്ടാൽ റഫാണെങ്കിലും മനസ്സ് നല്ല ശുദ്ധ ഹൃദയമാണ്. എന്തെങ്കിലും ദേഷ്യം വന്നാൽ എന്നെ പോലെ ദേഷ്യം വന്നാൽ മുഖത്ത് നോക്കി പറയുള്ള കാര്യം, പക്ഷെ കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഒരാളാണോ മുമ്പേ പറഞ്ഞെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം കഴിഞ്ഞ പൊതുയോഗത്തിൽ അദ്ദേഹം ശാരീരികമായി ക്ഷീണമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ഓപ്പറേഷൻ വേണതുകൊണ്ട് എനിക്ക് പൊതുയോഗ ട്രസ്റ്റിയായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പൊതുയോഗം പറഞ്ഞ വാചകം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഈ സ്ഥാനത്തൊന്നും മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ AJ ജേക്കബ് വന്ന് ആദരവ് സ്വീകരിക്കുക. അതോടൊപ്പം അടുത്തായിട്ട് ഇടവകയുടെ സെക്രട്ടറി ആയിരുന്ന മറിയം വിലയിൽ G. ഫിലിപ്പോസ്, ദാസച്ചാൻ എല്ലാവരും വിളിക്കും. ദാസച്ചാനാണ് യഥാർത്ഥമായിട്ടും കണക്കുകളുടെ എല്ലാ സൂക്ഷിപ്പുകാരൻ. വളരെ വിശ്വസ്തയോടെ ട്രസ്റ്റി കാശിന്റെ ഈ പെട്ടി പിടിക്കും, കണക്കിന്റെ പെട്ടി സെക്രട്ടറി പിടിക്കുമായിരുന്നു ഇവിടെ. അപ്പൊ അദ്ദേഹത്തെ ഈ സമയത്ത് ആദരവോടെ ഇടവക മാനിക്കുന്നു. ശ്രീ G. ഫിലിപ്പോസ് മറിയുമില്ല, ഇടവകയുടെ സെക്രട്ടറി. അടുത്തായിട്ട് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഷിബു P. കുര്യൻ മുളവനേത്ത്. ഊണുമില്ല, ഉറക്കമില്ല. കഴിഞ്ഞ 3-4 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, ഷിബു ഉറങ്ങിയിട്ടില്ല. എനിക്കൊരു ഗുണമുണ്ട്, ഷിബു എന്തായിരുന്നാലും ഞാൻ ഇരുന്നുറങ്ങിയാൽ ഷിബു ഇരുന്നുറങ്ങും, ഞാൻ നിന്നുറങ്ങിയാൽ ഷിബു നിന്നുറങ്ങും, പോവുകയില്ല, കളഞ്ഞിട്ട് പോവുകയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏത് സമയത്തും ഏത് കാര്യങ്ങളിലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികൾ ഉറങ്ങിയിട്ടേ ഇല്ല, തിരക്കിട്ട കാര്യങ്ങളൊക്കെയാണ്. യൂത്തിരികാരുടെ സാന്നിധ്യത്തിൽ അവരുടെ വളരെ സപ്പോർട്ടായിരുന്നു. പ്രത്യേകമായിട്ട് സ്വന്തം സ്ഥാപനത്തെ പോലും മറന്ന, കുറച്ചുകൂടി പറഞ്ഞ സ്വന്തം കുടുംബത്തെ പോലും മറന്ന ഒരു 2 കൊല്ലത്തെ ജീവിതം. അനതയും വീട്ടുകാരും ഒക്കെ കുര്യൻ സാറൊക്കെ വിഷമിക്കുന്നുണ്ട്, ഈ അച്ഛനൊന്ന് പോയി കിട്ടി, ഞങ്ങളുടെ മോനെ തിരിച്ചു കിട്ടിയെന്നെ പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഷിബുവിന് ഇടവകയുടെ ആദരവ് അറിയിക്കുന്നു. അടുത്തായിട്ട് ഷിബു P. കുര്യൻ ആദരവ് അറിയിക്കുന്നു. അടുത്തായിട്ട് വലിയ അഭിവന്യ തിരുമേനിമാരെ, KM വർഗീസ് അച്ഛൻ, വൈദിക ശ്രേഷ്ഠ സഭാമക്കൾ, വിലഹിന്ന എനിക്ക് കോട്ടയത്ത് 2 മണിക്ക് എത്തേണ്ടതാണ്. സഭയുടെ കാതോലിക്കറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഞാനിവിടെ ചെന്നെങ്കിലേ അതിൻ്റെ ഫൈനൽ ആവുകയുള്ളൂ. നിങ്ങൾ മീറ്റിംഗ് സാവകാശം തീരട്ടെ. നിങ്ങളോടൊപ്പം ഈ പരിശുദ്ധ കർമ്മത്തിൽ കൂദാശയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാവരോടും ബലഹീന എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അഭിവന്യ പക്വമേസ് തിരുമേനിയുടെ കൊച്ചു സഹോദരൻ എന്നുള്ള നിലയിൽ ബദനി സന്യാസ സമൂഹത്തിൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കി ഭദ്രാസനത്തിൻ്റെ കുട്ടമ്പേരൂർ പള്ളിക്കുള്ള എൻ്റെ സ്നേഹം, എൻ്റെ പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്, ഇനിയും വരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അടുത്തതായിട്ട് നമ്മുടെ കൂദാശയുടെ ജനറൽ കൺവീനർ റോയി വലിയതൊക്കെ റോയി സാമുല്ല. റോയി സാർ ഇത് പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് കമ്മിറ്റിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലെങ്കിലും എല്ലാത്തിലും സാറുണ്ട്. ഈ ഇവിടുത്തെ ആരാധനയുടെ നേതൃത്വം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം റോയി സാറിന് നേതൃത്വമാണ്. ദൂര സ്ഥലത്ത് ജോലിക്ക് പോകണം, വീട്ടിൽ കാര്യമുണ്ട്, പ്രായമുള്ള മാതാവ്, അതൊക്കെ കളഞ്ഞിട്ട് ഇതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച ബഹുമാനപ്പെട്ട റോയി സാറ് സഭയുടെ പലവിധമായ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നു. നമ്മുടെ ഈ ഭാഗത്തെ ഇൻസ്പെക്ടർ, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടറാണ്. ബഹുമാനപ്പെട്ട റോയി സാറിന് ഇടവകയുടെ ആദരവുകൾ നൽകി സ്വീകരിക്കും. അടുത്തായിട്ട് ഈ പണികൾക്കൊക്കെ നേതൃത്വം, അതിൻ്റെ ടെക്നിക്കൽ കാര്യമായിട്ട് ഒത്തിരി സഹായിച്ച ഒരാൾ ബഹുമാനപ്പെട്ട ചേപ്പാട് കൊട്ടക്കാട്ട് PT തോമസ് എഞ്ചിനീയർ അവറുകൾ. ഞാൻ കുഞ്ഞോന് ചായന്ന് വിളിക്കും. വളരെ എല്ലാ കാര്യങ്ങളിലും ചേപ്പാട് പള്ളിയുടെ വികാരിയായ നാൾ മുതൽ ഇന്ന് വരെ ഒരു പിതാവിനെ അപ്പുറത്ത് സ്നേഹിക്കുന്ന സാറ് ഏത് സമയത്ത് വിളിച്ചാലും അമ്മമ്മ പറയും രാത്രി ഒന്നും വിളിക്കുന്നത് വെച്ചാൽ കണ്ണൊന്നും കാണുന്നത് കാറ് ഓടിക്കാൻ. എന്നാലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ വരും, ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കും. യാതൊരു പ്രതിഫലവും പ്രതീക്ഷിച്ചോ വാങ്ങിക്കാതെയാണ് സാറ് വന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. കൊണ്ട് ഇടവകയുടെ ഉപഹാരം ഇപ്പോൾ അദ്ദേഹത്തിന് ആദരവ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട PT തോമസ് സാറ് മുന്നോട്ട് വരണം, തിരുമനസിൽ നിന്നും ആദരവ് സ്വീകരിക്കണം. പ്രിയപ്പെട്ട PT തോമസ് സാറിന് ഇടവകയുടെ നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് ഒരു സ്വർണ്ണ മോതിരം അണിയിക്കുന്നു. ഒത്തിരി നന്ദി കുഞ്ഞോൻ ചാനൻ അറിയിക്കുന്നു. അടുത്തായിട്ട് 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരെയും അതുപോലെ മുൻ ട്രസ്റ്റിമാര്, സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളെ ആദരിക്കുകയാണ്. പ്രത്യേകമായിട്ട് അതിൻ്റെ ലിസ്റ്റുകൾ വായിക്കും. ഇപ്പോൾ അതനുസരിച്ച് വേഗം വരണം. മുൻ ട്രസ്റ്റിമാര്, സെക്രട്ടറിമാര്, 80 വയസ്സ് കഴിഞ്ഞവർ പെട്ടെന്ന് വായിച്ചു. എല്ലാവരും ഉണ്ട്. ആദ്യമായി MB കുര്യൻ മുളവനേത്ത് കിഴക്കേതിൽ നമ്മുടെ ഇടവകയുടെ ദീർഘകാലം ട്രസ്റ്റിയായിട്ട് സേവനമനുഷ്ഠിച്ചു. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് പേര് വിളിക്കുന്ന മുറയ്ക്ക് പെട്ടെന്ന് വരണമെന്ന് ഓർപ്പിക്കുകയാണ്. തങ്കമ്മ കുര്യൻ മുളവനേത്ത് കിഴക്കേതിൽ, G സാമുവൽ വലിയ തെക്കേതിൽ മുൻ ട്രസ്റ്റി കൂടെയാണ്, വന്നിട്ടില്ല. ഏലിയാമ്മ സാമുവൽ വലിയ തെക്കേതിൽ, PK തോമസ് പട്ടേരുമഠത്തിൽ, പെണ്ണമ്മ തോമസ് പട്ടേരുമഠത്തിൽ, ഉണ്ണുണ്ണി ഗീവർഗീസ് ചൂരക്കാട്ട് തെക്കേതിൽ, ശാരീരികമായ അസൗകര്യം മൂലം എത്തിയിട്ടില്ല. VP മത്തായി കൊച്ചുകളരിക്കൽ, റാഹേലമ്മ കോട്ടയത്ത്, കുഞ്ഞമ്മ ജോസഫ് കോട്ടയത്ത്, അന്നമ്മ ജോർജ് പ്ലാച്ചേരി തെക്കേതിൽ, മറിയാമ്മ തോമസ് കുരീക്കാട്ടിൽ പുത്തമ്മേട്, അന്നമ്മ കാവിന്റെ വെടിയേറ്റതിൽ, ചിന്നമ്മ ഇടിക്കുള കുമ്പമ്പുഴയത്ത്, PT യോഹന്നാൻ പനക്കൽ കിഴക്കേതിൽ, ചാക്കോ വർഗീസ് കൊച്ചുപുരയ്ക്കൽ, കുഞ്ഞമ്മ ചാക്കോ കൊച്ചുപുരയ്ക്കൽ, MK മത്തായി കോവിലകത്ത് പടിയിറ്റേതിൽ, അമ്മിണി മത്തായി കോവിലകത്ത് പടിയിറ്റേതിൽ, യോഹന്നാൻ പാപ്പച്ചൻ പരുത്തിപ്പള്ളിൽ, M ജോർജ് മാത്യു വില്ല മുൻ ട്രസ്റ്റി, C തോമസ് പനക്കൽ കിഴക്കേതിൽ മുൻ ട്രസ്റ്റി, AJ ജോൺ കോമച്ചേത്ത് മുൻ സെക്രട്ടറി, P തോമസ് സുമിതാ ഭവൻ മുൻ സെക്രട്ടറി, AM ഉമ്മൻ കിഴക്കേ ഭാഗത്ത് മുൻ ട്രസ്റ്റി, എബ്രഹാം വർഗീസ് കൊട്ടാരത്തിൽ മുൻ സെക്രട്ടറി, ജോസഫ് ജോൺ താമരപ്പള്ളിൽ മുൻ സെക്രട്ടറി,
മാത്യു ജി മനോജ് മാത്യു വില്ല മുൻ ട്രസ്റ്റി, തോമസ് ചാക്കോ എലിസബത്ത് വില്ല മുൻ ട്രസ്റ്റി, ജോജി ജോർജ് വെട്ടത്തേത്ത് ഫെബിൻ വില്ല മുൻ ട്രസ്റ്റി. അടുത്തായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യരാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് പ്രവർത്തിച്ച കോൺട്രാക്ടർ ബഹുമാന്യനായ സെൽവരാജ് അവരുകളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കോൺട്രാക്ടറുടെ ഹെഡ് മേശരി ഷാജി മേശരിയെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ദേവാലയത്തിന്റെ സീലിംഗ്, ആർട്ട് വർക്ക് എന്നിവ പൂർത്തിയാക്കിയ പ്രസാദ് നിരണം ആദരവോടെ ക്ഷണിക്കുന്നു. സീലിംഗിന്റെ ഹെഡ് വർക്കറായിട്ട് പ്രവർത്തിച്ച ബിജു നിരണം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിന്റെ ബസ്കുദിശ പൂർത്തീകരിച്ച ജോബി ചങ്ങനാശ്ശേരി, അദ്ദേഹത്തിന്റെ പിതാവ് ജോബിയുടെ അസിസ്റ്റന്റിനെയും ആദരവോടെ ക്ഷണിക്കും. CJ ജോസഫ്. ദേവാലയത്തിന്റെ തടിപ്പണികളെല്ലാം പൂർത്തിയാക്കിയ ജോൺസൺ എറണാകുളം, മനോജ് എറണാകുളം. ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തിയാക്കിയ ശശിധരൻ നായർ പരുമല. ദേവാലയത്തിലേക്ക് ആവശ്യമായ എല്ലാ ചിത്രങ്ങളും തയ്യാറാക്കി തന്ന സജി ചെങ്ങന്നൂർ. പെയിന്റിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച പൊന്നുകുട്ടൻ. വളരെ വേഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഈ 2 വിശുദ്ധ കുദാശയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത എല്ലാവർക്കും വിശദമായിട്ട് നന്ദി പറയേണ്ടതാണ്. സമയച്ചുരുക്കം മൂലം ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ 2 ദിവസങ്ങളിലായി നടന്ന വിശുദ്ധ കുദാശയ്ക്ക് നേതൃത്വം കൊടുത്ത പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവായിക്ക് ഇടവകയുടെ എല്ലാ നന്ദിയും സ്നേഹവും തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുദാശയ്ക്ക് നേതൃത്വം കൊടുത്ത മാവേലിക്കർ സഹായ മെത്രാപ്പോലീത്ത അഭിയന്തര ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനി, അഭിയന്തര മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, അഭിയന്തര ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി എന്നിവരോടുള്ള ഇടവയ്ക്കുള്ള ഭക്തി ആദരവുകൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ പി ജെ കുര്യൻ സാറിനോടുള്ള ഇടയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. മാർ പക്കോമിയോസ് സ്മാരക സഹായനിധി പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർക്ക് ഇടവയ്ക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജേക്കബ് ജോൺ കല്ലട, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ചാക്കോ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുനിൽ സദ്ധേയം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സതീഷ് ശാന്തിനിവാസ്, അജിത്ത് പഴവൂർ, ശ്രീ PN സുകുമാരപ്പണിക്കർ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് അനിൽ വിളയൽ, ട്രസ്റ്റി AJ ജേക്കബ്, സെക്രട്ടറി ഫിലിപ്പോസ് എന്നിവരോടും ഇതിന്റെ കൺവീനർ ഷിബു പി കുര്യൻ എന്നിവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ രക്ഷാധികാരിമാരായ വന്യ മാത്യൂസ് റമ്പാൻ, ഫാദർ ഗീവർഗീസ് കടവിൽ, ഫാദർ ഡോക്ടർ സാം കുട്ടമ്പേരൂർ, ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ജോജി ജോർജ്, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ നിബിൻ വി ഈപ്പൻ, സപ്ലിമെന്റ് കൺവീനർ ശ്രീ തോമസ് ചാക്കോ, സുവനീർ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സണ്ണി കോവിലകം, ഫുഡ് കമ്മിറ്റി കൺവീനർ ശ്രീ ബെൻസി പനക്കൽ, അറേഞ്ച്മെന്റ് കമ്മിറ്റി കൺവീനർ ശ്രീ ജിജോ ജോർജ്, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ നിമേഷ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇടവയുടെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം, മർത്തമറിയ സമാജം, പ്രാർത്ഥനാ യോഗങ്ങള്, സുവിശേഷ സംഘം, ബാലബാലികാ സമാജം, സൺഡേ സ്കൂൾ, എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും സഹകരണം ഉണ്ടായിരുന്നു. നന്ദി അറിയിക്കുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങള്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള് എന്നിവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്.
ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത വികാരി അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, വികാരി അച്ഛൻ കുടുംബമായിട്ടാണ് നമ്മളെ ശുശ്രൂഷിച്ചത്. കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് കൊച്ചമ്മയും കുഞ്ഞുങ്ങളുമാണ്. പ്രത്യേകം ഇടയ്ക്കുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും വിശ്വാസികൾ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സമീപ ഇടവക അംഗങ്ങൾ എന്നിവയുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്നിവ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് സജി തമ്പാൻ, KC ദാനിയൽ, ജിമ്മി വെട്ടിയാർ എന്നിവരുടെ സാന്നിധ്യം 2 ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇടവകയുടെ ആദരവുകളും സ്നേഹവും അറിയിക്കുക. സംസ്ഥാനത്തിന്റെ മുൻ കേന്ദ്ര ട്രഷറർ ശ്രീ ഉമ്മൻ ജോണിന്റെ സാന്നിധ്യം നമുക്കുണ്ടായിരുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നലത്തെ സ്വീകരണ ഘോഷയാത്ര ആരംഭിച്ചത് സിയോൻപുരം പള്ളിയിൽ നിന്നായിരുന്നു. സിയോൻപുരം പള്ളിയുടെ വികാരി, ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.